നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വാട്ട് എ പെർഫോമൻസ് ഫ്രം റയൽ മാഡ്രിഡ്. നോ എംബാപ്പെ, നോ പ്രോബ്ലം. എംബാപ്പയെ സാക്ഷി നിർത്തി കളിക്കളത്തിൽ നിറഞ്ഞാടി റയൽ മാഡ്രിഡിൻ്റെ താരങ്ങൾ. ഗോൺസാലോ ഗാർഷ്യക്ക് ഹാട്രിക്ക്, അതിലൊരു ഗോള്. ആ ക്രോസ് നെഞ്ചിലെടുത്തിട്ടൊരു കിടിലൻ ആ പോളി അവനങ്ങ് അടിച്ച് കയറ്റി. അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ റോഡ്രിഗോയുടെ ഒരു ഫ്രീ കിക്ക് അസിസ്റ്റ്, മറ്റൊരു കോർണർ അസിസ്റ്റ്, സെറ്റ് പീസുകളിൽ രാജാവായി മാറുന്ന റോഡ്രിഗോയെ നമ്മൾ കാണുന്നു. പൊളിച്ചടുക്കിയ പ്രകടനം റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തുനിന്ന്. റയൽ ബെറ്റിസിനെ 5-1 തകർത്തിരിക്കുന്നത്. ഗോൾ വർഷം തന്നെ നടത്തി ഗോൺസാലോ ഗാർഷ്യയെ കൂടാതെ റൗൾ അസൻസിയോയും ഫ്രാൻ ഗാർഷ്യയുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് ഹെർണാണ്ടസ് ആണ് റയൽ ബെറ്റിസിൻ്റെ ഗോൾ കണ്ടെത്തിയത്. റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്ത് സാന്റിയാഗോ ബെർണബെയുവിൽ വെച്ച് നടന്ന മത്സരത്തിൽ റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഗോൺസാലോ ഗാർഷ്യയും റോഡ്രിഗോയും വിനി ജൂനിയറും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നതെങ്കിൽ മറുഭാഗത്ത് കൂച്ചോ ഹെർണാണ്ടസ് ആണ് റയൽ ബെറ്റീസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത്. ആൻ്റണിയും അതുപോലെ തന്നെ റോയ്ബലും ഒക്കെ മുന്നേറ്റത്തിലുണ്ടായിരുന്നു. വിനിയുടെ ചില നീക്കങ്ങൾ, പെനാൽറ്റി ബോക്സിൽ അദ്ദേഹത്തെ വീഴ്ത്തുന്നു, റഫറി പെനാൽറ്റി കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ 10-20 മിനിറ്റ് കടന്നു പോയതെങ്കിൽ 20ാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഫ്രീ കിക്കിൽ നിന്ന് ഹെഡറിലൂടെ, റോഡ്രിഗോയുടെ ഫ്രീ കിക്കിൽ നിന്ന് ഹെഡറിലൂടെ ഗോൺസാലോ ഗാർഷ്യ ഗോളടി തുടങ്ങി വെക്കുന്നത്. 20ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡ് ഒരു ഗോളിന് മുന്നിൽ. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ റയൽ ബെറ്റീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് റയൽ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 50ാമത്തെ മിനിറ്റിൽ ഗോൺസാലോ ഗാർഷ്യയുടെ 2ാമത്തെ ഗോൾ പിറക്കുന്നു. മനോഹരമായ ഗോളായിരുന്നു അത്. അതിസുന്ദരമായിട്ട് ആ ബോൾ നെഞ്ചിലെടുത്തിട്ട് അവനൊരു ഹാഫ് വോളി അങ്ങ് അടിച്ചു കയറ്റിയിട്ടുണ്ട്. സോ 2-0 ലീഡിലേക്ക് റയൽ കടന്നു പോകുന്നു. തൊട്ടു പിന്നാലെ റൗൾ അസൻസിയോയുടെ ഗോൾ കൂടി പിറക്കുന്നു 56ാമത്തെ മിനിറ്റിൽ. 3-0 റയൽ മാഡ്രിഡ് മുന്നിൽ. എന്നാൽ കുച്ചോ ഹെർണാണ്ടസിലൂടെ 66ാമത്തെ മിനിറ്റിൽ റയൽ ബെറ്റീസ് ഒരു ഗോൾ മടക്കി. പക്ഷേ 80 മിനിറ്റുകൾക്ക് ശേഷം 82ാമത്തെ മിനിറ്റിൽ ഗോൺസാലോ ഗാർഷ്യയുടെ ഹാട്രിക്ക് പിറക്കുന്നു. അതോടുകൂടി റയലിന് ഇനിയൊന്നും നോക്കാനില്ല, വിജയം ഉറപ്പായി കഴിഞ്ഞിരുന്നു. ആർദാ ഗുള്ളറുടെ അസിസ്റ്റിൽ നിന്നാണ് അവൻ്റെ ഹാട്രിക്ക് പൂർത്തിയാകുന്നത്. ഒടുവിൽ ഫെഡെ വാൽവർദയുടെ അസിസ്റ്റിൽ നിന്ന് ഫ്രാൻ ഗാർഷ്യയുടെ ഗോൾ കൂടി വന്നപ്പോൾ 5-1 തകർപ്പൻ വിജയം തന്നെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിരിക്കുന്നു. 19 കളികളിൽ നിന്ന് 45 പോയിൻ്റായിട്ട് ബാഴ്സയ്ക്ക് തൊട്ടുപുറകിൽ 2ാം സ്ഥാനത്ത് റയൽ തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.